പിന്നുള്ളൊരു സംശയമാണ്, നമ്മൾ പൊട്ടാഫൂല് റിയൽ പ്രൈസ് ആണോ? അതായത് സ്വിഗ്ഗി സൊമാറ്റോനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ റിയൽ പ്രൈസ് ആയിട്ടാണോ കാണിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏർലി സ്റ്റേജിൽ ഒരു 2018, 2020 വരെയൊക്കെ കസ്റ്റമറിനെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മൾ എത്തിക്കാറ്, അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്ലാറ്റ്ഫോംസിൽ. കാരണം പൊട്ടാഫോൻ്റെ വിഷൻ തന്നെ എന്താണെന്ന് വെച്ചാൽ, എന്താണോ റെസ്റ്റോറൻറ്റ് പ്രൈസ് അതിന് അവിടെ ഫുഡ് എത്തുക. അതിൻ്റെ കൂടെ ചിലപ്പം കൺവീനിയൻസിന് അല്ലെങ്കിൽ ഡെലിവറി പേഴ്സണിൽ കൊടുക്കാനുള്ള ഫീസ് ഈടാക്കണം. കാരണം അതൊരു മാന്യമായ തുകയാണ്. നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പേയ്മെൻറ്റ് അടക്കുക. പക്ഷേ ഈ പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ മാർക്കറ്റിൽ പുതിയതായിട്ടുണ്ടായ ഒരു സംഗതിയാണ്. ഇതൊന്നും ഏർലി ടൈമിലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം റെസ്റ്റോറൻറ്റ്സ് ആണ് നമുക്ക് മെനു പ്രൈസ് തരുന്നത്. അതിലുള്ള ഡിഫറൻസ് ആണ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുന്നത്, പ്രൈസ് ഡിഫറൻസിൽ. പക്ഷേ നമ്മൾ തുടക്കം മുതലേ റെസ്റ്റോറൻറ്റ്സിനും അല്ലെങ്കിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ജെന്യൂൻ പ്രൈസ്, അതായത് അവിടെ എന്താണോ സെർവ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ചിലപ്പോൾ പാക്കിങ്ങിൻ്റെ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ. പക്ഷേ അതടക്കമാണ് നിങ്ങൾ തരേണ്ടത് ജെന്യൂൻ പ്രൈസിലാണ്.